ചാം ചക്ക ചൂം ചക്ക ചുമ്മറ് ചക്കാച്ച ഇങ്ങനൊരു പാട്ടുണ്ട്. ഇതിന്റെ അർത്ഥം എന്താണെന്ന് എനിക്കറിയാമോ? അതിന് പ്രത്യേകിച്ച് അർത്ഥമില്ല എന്ന് ആരോ എവിടെയോ പരാമർശങ്ങൾ നടത്തിയതായി വാർത്തകളിൽ കാണുന്നു. അതായത് അടൂർ ഏരിയ കമ്മിറ്റി നിന്നും വരുന്നൊരു വാർത്തയാണ്. CPM ഏരിയ കമ്മിറ്റി കൂടുന്ന വേളയിൽ നമ്മുടെ പാർട്ടി സെക്രട്ടറി സഖാവ് ഗോവിന്ദൻ മാഷ്. അപ്പോൾ ഗോവിന്ദൻ മാഷ് എങ്ങനെയാണ് ഗോവിന്ദൻ മാഷിന്റെ പ്രകടനം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പാട്ട് പോലെയാണ് എന്നാണ് ആ കമ്മിറ്റി പറയുന്നത്. അപ്പൊ നമ്മൾ വിചാരിക്കും അതിൽ താത്വികമായി എന്തോ ചിന്തിച്ചു കൂട്ടാനും തർജ്ജിമയൊക്കെ ചെയ്ത് മനസ്സിലാക്കാനും എന്തൊക്കെയോ ഉണ്ടെന്ന്. പക്ഷെ അത്രയൊന്നുമില്ല. അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനങ്ങൾ ഈ പാട്ട് പോലെയാണ്. പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല. എന്തൊക്കെയോ ഇരുന്ന് പറയുന്നു. ഇന്ന് പാർട്ടിക്കുള്ളിൽ പോലും വിമർശനം ഉണ്ടാവുന്ന ഒരു സാഹചര്യം. അതെ, സത്യം. ഇപ്പോൾ ഞാൻ തന്നെ പലതവണ ഇപ്പോൾ ഗോവിന്ദൻ മാഷ് തന്നെ ഈ അതായത് തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പിട്ട് അദ്ദേഹം നടത്തിയ പത്രസമ്മേളനങ്ങളിലൊക്കെ അദ്ദേഹം പറഞ്ഞ ചില കാര്യമുണ്ട്. മാധ്യമപ്രവർത്തകർ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ സാങ്കല്പികമായിട്ടുള്ള ചോദ്യങ്ങൾക്ക് സാങ്കല്പികമായിട്ടുള്ള ഉത്തരം തന്നു കഴിഞ്ഞാൽ ആ സാങ്കല്പികമായ ഉത്തരം ശരിയാകണമെന്നില്ലല്ലോ. അങ്ങനെയൊക്കെ അദ്ദേഹത്തിന്റെ കുറച്ച് സാങ്കല്പികങ്ങൾ ഉണ്ടായിരുന്നു. തന്റെ പേരെന്താണ്, താൻ ആരാണെന്ന് തനിക്കറിയാൻ പാടില്ലെങ്കിൽ എന്നോട് ചോദിക്കുക ഞാൻ ആരാണെന്ന്. അപ്പൊ ഞാൻ പറഞ്ഞുതരാം താൻ ആരാണെന്ന് ഞാൻ ആരാണെന്ന്. അതായത് മാധ്യമപ്രവർത്തകർ, എനിക്ക് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ മാധ്യമപ്രവർത്തകർ അപ്പോൾ ചോദിക്കുന്നത് നമ്മുടെ വെള്ളാപ്പള്ളി നടേശനെ പറ്റി എന്തോ ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. ആ സമയത്താണ് ഇദ്ദേഹം ഇത്തരത്തിലുള്ള പറയുന്നത്. അതായത് നിങ്ങൾ ചോദിക്കുന്ന സാങ്കല്പികമായിട്ടുള്ള ചോദ്യങ്ങൾക്ക് സാങ്കല്പികമായിട്ടുള്ള ഉത്തരമാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ആ സാങ്കല്പികമായിട്ടുള്ള ഉത്തരം ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ സാങ്കല്പികം മാത്രമാണ്, അതുകൊണ്ട് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്നാൽ എനിക്കതിൽ മറുപടി ഇല്ല എന്ന് ഒറ്റ വാക്കിൽ പറഞ്ഞു നിർത്തി കഴിഞ്ഞാൽ കുഴപ്പമില്ല. അതെ, അല്ലെങ്കിൽ അത്തരം ചോദ്യങ്ങളൊന്നും വേണ്ട എന്ന് ഗുരുവായ പിണറായി വിജയൻ പറയുന്ന പോലെ പറഞ്ഞാലും മതി. അത് രണ്ട് ഇഷ്ടങ്ങളാണ്. എന്തായാലും ഇപ്പോൾ ഇത് തന്നെയാണ് ട്രോൾ, നാട്ടുകാർ ട്രോൾ. എന്റെ ഒരു അഭിപ്രായം അനുസരിച്ച് കടുത്ത ഇടതുപക്ഷം അനുഭാവമുള്ള സാംസ്കാരിക നായകരൊക്കെ ഉണ്ടല്ലോ, അവരൊരു പുസ്തകം ഫോർ എക്സാമ്പിൾ കാണിക്കുകയാണെങ്കിൽ ഒരുപാട് പേരുണ്ട്. താത്വിക അവലോകനങ്ങൾ ചെയ്യുന്ന സാംസ്കാരിക നിരീക്ഷകരൊക്കെ ഉണ്ടല്ലോ. അപ്പോ ഇടതുപക്ഷം എന്തെങ്കിലും ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ അതിനെ ഇങ്ങനെ വർണ്ണിച്ച് വിവരിച്ച് സാമൂഹ്യ മാധ്യമങ്ങളുടെ എഴുതി കൊടുക്കുന്ന ഒരുപാട് ആളുകളുണ്ടല്ലോ. അപ്പോൾ അത്തരത്തിലുള്ള ആളുകൾ, ഞാൻ ഒരു പേര് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മറ്റുള്ളവരുടെ പേര് പറയാത്തില്ല, അവർക്ക് വിഷമമായാലോ. എല്ലാവരെയും കൂടെ ഒന്നിച്ച് നമുക്ക് സാംസ്കാരിക നായകർ എന്ന് വേണമെങ്കിൽ വിളിക്കാം. അപ്പോൾ ഇവര് ഒരു പുസ്തകം എഴുതണം. നമ്മുടെ ഗോവിന്ദൻ മാഷിന്റെ താത്വിക അവലോകനങ്ങൾ എന്ന് പറഞ്ഞൊരു പുസ്തകം എഴുതി കഴിഞ്ഞാൽ ഒരു 6 വോളിയമെങ്കിലും, ഒരു 10 വോളിയം ഇറക്കാനുള്ള, അല്ലെങ്കിൽ ഈ പറഞ്ഞ കഴിഞ്ഞ 10 വർഷക്കാലം അല്ലെങ്കിൽ കഴിഞ്ഞ 5 വർഷക്കാലത്തെ പത്രസമ്മേളനങ്ങളുടെ വിവർത്തനം എന്നൊരു പുസ്തകം എഴുതിയാലും കുഴപ്പമില്ല. പക്ഷെ രാഹുൽ ഒരു കാര്യം മനസ്സിലാക്കണം. അപ്പോൾ ഞാനോ രാഹുലോ അല്ലെങ്കിൽ മറ്റു മാധ്യമപ്രവർത്തകരോ അല്ലെങ്കിൽ സമൂഹം മുഴുവനോ ട്രോളുന്നതൊക്കെ അങ്ങ് പോട്ടെ എന്ന് വിചാരിക്കാം. കഴിഞ്ഞ ദിവസം MP ഗോവിന്ദൻ തന്നെ പറയുകയാണ്, എൻ്റെ വാർത്താ സമ്മേളനങ്ങളിൽ എന്തോ പ്രശ്നമുണ്ടെന്ന് വീട്ടുകാരൊക്കെ പറയുന്നുണ്ട്. അതിലൊക്കെ എന്തോ പ്രശ്നമുണ്ട്. എൻ്റെ മോൻ കഴിഞ്ഞ ദിവസം പറയുവാണ് ഇച്ചിരി പ്രശ്നമാണ്, പറ്റുമെങ്കിൽ ആ പഴയ വീഡിയോസ് ഒക്കെ എടുത്തു വെച്ചൊന്ന് കാണപ്പോൾ മനസ്സിലാവുമെന്ന്. അപ്പോൾ എൻ്റെ ഒരു വിലയിരുത്തൽ അനുസരിച്ച് അദ്ദേഹം ഒരു ഇടവേള എടുത്ത് പഴയ വാർത്താ സമ്മേളനങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്, എന്തൊക്കെയാണ് പറഞ്ഞത് എന്ന്. അദ്ദേഹം ചിലപ്പോൾ ഒരു പുസ്തകം എഴുതുമായിരിക്കും. ഇപ്പോൾ ഈ അവരുടെ പാർട്ടിയിൽ തന്നെ അത് മനസ്സിലാകുന്നില്ലെങ്കിൽ അദ്ദേഹം തന്നെ അത് തിരുത്തി എഴുതി കാര്യങ്ങൾ മനസ്സിലാക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്താമല്ലോ. ഇതിൻ്റെ ഇടയ്ക്ക് എനിക്ക് ഏറ്റവും വലിയ രസമായിട്ട് തോന്നിയൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തളിപ്പറമ്പിലെ സ്ഥാനാർത്ഥി ഗോവിന്ദ മാഷിന്റെ ഭാര്യ നിർത്തി. അതെന്തുകൊണ്ട് ഗോവിന്ദ മാഷി എതിർത്തില്ല എന്ന് ഗോവിന്ദ മാഷിനോട് ചോദിച്ചപ്പോൾ പുരുഷാധിപത്യമാണെന്ന് ആർക്കെങ്കിലും തോന്നാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അത് എതിർക്കാതിരുന്നതാണ്. പുള്ളിയുടെ സ്ഥാനം എന്തുവാ, പാർട്ടി സെക്രട്ടറി. എന്തോ വിചാരിക്കും ആൾക്കാര്, മറ്റേ ബസ് കയറിയിട്ട് ഇൻട്രോവേർട്ട് ആയതുകൊണ്ട് സ്റ്റോപ്പ് എത്തിയിട്ട് പറഞ്ഞില്ല എന്ന് പറയുന്ന പോലെയാണ്. സ്വന്തം ഭാര്യ മത്സരിക്കരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി സമൂഹം സ്വന്തം ഭാര്യ ആയതുകൊണ്ട് പുരുഷാധിപത്യം കാണിക്കാണ്ട് ഭാര്യയെ മാറി നിൽക്കാൻ പറയാൻ. അതെ, കണ്ണൂർ മേഖലയിലുള്ള ഒരു സഖാവ് ആ വോട്ടെടുപ്പിനൊക്കെ മുൻപ് ഒരു 2-3 ആഴ്ചകൾക്ക് മുൻപ് എന്നെ വിളിച്ച് സംസാരിക്കുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, PK ശ്യാമളയെ നിർത്തിയത് പാർട്ടിക്ക് പറ്റിയ വലിയ അടിയായിപ്പോയി, പിന്നെ അത് മാറ്റിയാൽ പാർട്ടി എടുത്ത തീരുമാനം മാറ്റുന്നത് ശരിയല്ലല്ലോ, അതിന് പാർട്ടിക്ക് തെറ്റ് പറ്റിയെന്ന് അംഗീകരിക്കുന്നത് പോലെ ആകുമല്ലോ എന്ന് വിചാരിച്ചാണ് അതിനുശേഷം ആ സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാതിരുന്നത്. ആ ഘട്ടത്തിലെങ്കിലും പിൻവലിച്ചിരുന്നെങ്കിൽ 36-ലെങ്കിലും സാധ്യതയില്ല, എന്നാലും ഈ വലിയ നാണക്കേടും വലിയ ട്രോളുകളും ഒക്കെ ചിലപ്പോൾ കുറയുമായിരിക്കും.
അങ്ങനെ ഒരു സാഹചര്യം അതിനുശേഷം ഒന്ന് ആലോചിച്ച് നോക്കൂ. പി കെ ശ്യാമള പോലും പറയാണ് തോക്കുമെന്ന് ഉറപ്പായിട്ടും എന്നെ പിടിച്ചവിടെ സ്ഥാനാർത്ഥിയാക്കിയെന്ന്. എം വി ഗോവിന്ദൻ പറയുകയാണ് തോക്കുമെന്ന് ഉറപ്പായിരുന്നു, എന്നാലും അങ്ങ് എന്തോ വിചാരിക്കുന്നത് വിചാരിച്ചേക്ക് നിർത്തിയതാണ്. പാർട്ടി ഒന്നടങ്കം പറയുന്നത് തോക്കുമെന്ന് അറിയായിരുന്നു എന്ന്. പാർട്ടിയുടെ അവസ്ഥയൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കണം. പാർട്ടിയുടെ പേരെന്താണ്? പുരോഗമന പ്രസ്ഥാനം. ഈ പുരോഗമന പ്രസ്ഥാനത്തിൽ പുരോഗമിക്കാത്തത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാർട്ടി സെക്രട്ടറി മാത്രമാണ് എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് പാർട്ടി അത് മാത്രമല്ല, ഞാൻ എപ്പോഴും ഈ ഗോവിന്ദ മാഷിനെ മാത്രം ഒതുക്കാനൊന്നും ഞാൻ ശ്രമിക്കത്തില്ല. ഇപ്പോൾ പിണറായി വിജയനും ഒരുപാട് വിഷയങ്ങളുണ്ടായിരുന്നു. അദ്ദേഹം സൂര്യ തേജസ് പോലെയാണ്, അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് വന്നു കഴിഞ്ഞാൽ കരിഞ്ഞു പോകും, അദ്ദേഹത്തിന് അയില മീൻ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ സഖാവ് ഇനി അയില മീൻ കൊടുത്തത് പിണറായി വിജയൻ സഖാവിന് ഇഷ്ടപ്പെടുമെന്ന് വെച്ചപ്പോൾ ഇഷ്ടപ്പെടത്തില്ല. അതുകൊണ്ട് പിറ്റേ ദിവസം തിമിംഗലത്തിൻ്റെ എന്തോ കടലിൽ നിന്ന് എടുത്തുകൊണ്ടൊന്ന് കൊടുത്തു എന്നുള്ള വാർത്തയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെയാണ് അവർക്ക് കൊടുക്കുന്ന ഒരു പ്രിവിലേജ് എന്ന് പറയുമ്പോൾ. പാർട്ടി സെക്രട്ടറിയാണ്, മുഖ്യമന്ത്രിയാണ്. ആരുടെ മുഖ്യമന്ത്രിയാണ്? നിങ്ങളുടെ മുഖ്യമന്ത്രി അല്ലേ? എല്ലാ തീരുമാനങ്ങളും ഒരുമിച്ച് പാർട്ടി എല്ലാം ചർച്ച ചെയ്തെടുക്കുന്ന ഒരു സംവിധാനമായിരിക്കണം അവരുടെ ഉള്ളിൽ. പക്ഷെ എല്ലാ കാര്യങ്ങളും അങ്ങനെയല്ലേ, ഏകാധിപത്യപരമായി അല്ലെങ്കിൽ ഞാനും ഒപ്പനും സുഭദ്രയും കൂടെ ചേർന്നിരുന്ന് തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു സംവിധാനത്തിൽ നിന്നുകൊണ്ട് ഞാൻ എങ്ങനെ തീരുമാനം എടുക്കുമെന്ന് ചോദിക്കുന്ന പാർട്ടി സെക്രട്ടറി സ്വയം വിമർശിക്കുന്ന. പക്ഷെ ഇതൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കൂ രാഹുൽ, ഇതൊക്കെ അഭിനന്ദനാർഹമാണ്. കാരണം എനിക്ക് തെറ്റുപറ്റി, ഞാൻ ചെയ്തത് തെറ്റായിരുന്നു എന്ന് അംഗീകരിക്കാൻ അദ്ദേഹം ഒരു ആർജവം കാണിക്കുന്നുണ്ട്. എൻ്റെ വാർത്താ സമ്മേളനങ്ങൾ ഞാൻ ചിലപ്പോൾ ഒന്നുകൂടെ കാണുമായിരിക്കും, എൻ്റെ മക്കൾ പറയുന്നുണ്ട് എന്ന് പുറത്ത് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് അപ്രിഷ്യേറ്റ് ചെയ്യേണ്ടിയിരിക്കുന്നു. ചിലപ്പോൾ ചേഞ്ചിന്റെ ഒക്കെ ഒരു പാത്തായിരിക്കും നമ്മളീ കാണുന്നത്. അതെ, ഇപ്പോൾ ഒരുപാട് ഏരിയ കമ്മിറ്റികളും ജില്ലാ കമ്മിറ്റികളും ചർച്ചകൾ നടക്കുന്നുണ്ട്. ആ ചർച്ചകളിലെ അടിസ്ഥാനം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പിണറായി വിജയനും ഗോവിന്ദൻ മാഷിൻ്റെയും ശൈലി ശരിയാക്കണമെന്ന് ഒരുപാട് പേര് പറയുന്നുണ്ട്. ഇവരുടെ രണ്ടുപേരിനെ മാത്രം ശൈലി ശരിയാക്കി കഴിഞ്ഞാൽ ഈ പാർട്ടി രക്ഷപ്പെടുമോ? ഒരിക്കലുമില്ല. താഴേക്ക് വന്നു കഴിഞ്ഞാൽ പിണറായി വിജയൻ 2.0 കാണണമെങ്കിൽ ഏരിയ കമ്മിറ്റിയിലേക്ക് പോയാൽ മതി, അല്ലെങ്കിൽ ബ്രാഞ്ച് കമ്മിറ്റിയിലേക്ക് പോയാൽ മതി. ഇത് തന്നെയാണ് ഗോവിന്ദൻ മാഷ്. ഓരോ തട്ടായിട്ട് നോക്കുകയാണെങ്കിൽ ഓരോ ടയറിലുമുണ്ട് ഈ പറഞ്ഞ മിനി ഗോവിന്ദൻ മാഷ്മാരും മിനി പിണറായി വിജയൻ സാർമാരും എല്ലാവരും ഉണ്ട്. അപ്പൊ ഇവർക്കെല്ലാം ഈ ധാർഷ്ട്യം ഇങ്ങനെ പകർന്നു കൊടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ എല്ലാ തട്ടിലും ഓരോ ടയറിലും ഈ പറഞ്ഞ പ്യൂരിഫിക്കേഷൻ നടത്തേണ്ടിയിരിക്കുന്നു. ഇവരെല്ലാം ഇതുപോലെ ചിന്തിക്കണം. ഇപ്പോൾ എം വി ഗോവിന്ദൻ മാഷ് തെറ്റുപറ്റിയെന്ന് അംഗീകരിക്കാൻ തയ്യാറായി വരികയാണെങ്കിൽ ബാക്കിയുള്ളവരാരും തയ്യാറാകുന്നില്ല. അവരെല്ലാം ഇപ്പൊ നമ്മൾ കണ്ടു, വോട്ടെണ്ണി ഒരു ഉച്ച കഴിഞ്ഞ് വോട്ടെണ്ണൽ പൂർത്തിയാകുന്നതിന് മുൻപ് തന്നെ എം സ്വരാജ് ഒരു പോസ്റ്റ് ഷെയർ ചെയ്യാണ്, കേരളം എന്തൊരു രാഷ്ട്രീയവാദികളാണ് നിങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് പോസ്റ്റ് ഇടുന്ന കണ്ടു. അതൊന്നും ചേഞ്ച് ചെയ്യില്ല, ഞങ്ങൾ ചേഞ്ച് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് ഉറക്കെ പറയുന്ന പോലൊരു രീതിയാണ്. ഇതിന്റെ എല്ലാം ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇവരെല്ലാം പറയുന്നത് ഞങ്ങൾ ഇത്രയും തന്നില്ലേ എന്നാണ് പറയുന്നത്. നിങ്ങൾ എന്തെങ്കിലും തന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ അടിമകളായിട്ട് നിങ്ങൾ പറയുന്നതെല്ലാം കേൾക്കാൻ വേണ്ടി നിൽക്കുന്ന ആളുകളാണോ കേരളത്തിലെ ജനങ്ങൾ? ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇപ്പോ ഞാൻ എവിടെയോ ഇതിന്റെ ഇടയ്ക്ക് വെച്ച് കണ്ടതാണ്, ഒരു കൂടിനകത്ത് കുറച്ച് കിളികളെ ഇട്ടിട്ട് അതിനകത്ത് കുറെ അപ്പം വാരിയിട്ട് കൊടുക്കുന്നതാണ് വലിയ കാര്യം. സ്വാതന്ത്ര്യമാണ് ജനങ്ങൾക്ക് വേണ്ടത്. ജനങ്ങൾക്ക് സംസാരിക്കാനും അവരുടെ അഭിപ്രായങ്ങൾ പുറത്തേക്ക് പറയാനുമുള്ള സ്വാതന്ത്ര്യമാണ് അവർക്ക് വേണ്ടത്. സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ട ഒരു കൂട്ടം മനുഷ്യരാണ് നിങ്ങൾക്കെതിരെ വന്നത് എന്ന് പോലും തിരിച്ചറിയാൻ കഴിയാത്ത ഇടതുപക്ഷം. നിങ്ങൾ ഇനി എന്ത് കൊടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാലും, സ്വർണ്ണക്കട്ടി കൊടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാലും സ്വാതന്ത്ര്യമില്ലാത്ത മനുഷ്യർ നിങ്ങൾക്കെതിരെ തിരിയും. തീർച്ചയായിട്ടും ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം ലഭിക്കുക എന്നുള്ളത് ഓരോ മനുഷ്യന്റെയും ബേസിക് റൈറ്റ് ആണ്. ഇപ്പൊ മാധ്യമപ്രവർത്തകരുടെ കാര്യം എടുത്തു നോക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് മാധ്യമപ്രവർത്തകരുടെ ജോലി തന്നെ ചോദ്യം ചോദിക്കാൻ ഉത്തരം കണ്ടെത്തുക എന്നുള്ളതാണ്. അപ്പോൾ മുഖ്യമന്ത്രിയോടായിക്കോട്ടെ പാർട്ടി സെക്രട്ടറിയോടായിക്കോട്ടെ ഈ ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം കിട്ടുക, എന്തെങ്കിലും തിരിച്ചു പറ്റുക, താനൂര് ചക്ക ചോദിച്ചു പോയപ്പോൾ ചക്കല്ല തമ്മാനൂര് എന്ന് പറയാതെ കൃത്യമായിട്ടുള്ള ഉത്തരമാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇത് ലഭിക്കാത്തത് കൊണ്ട് തന്നെയാണ് പിണറായി വിജയനും അതുപോലെ തന്നെ എം വി ഗോവിന്ദനും ഒക്കെ വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഈ വിമർശനങ്ങൾ ഇനിയെങ്കിലും ഒരു ചവിട്ടുപടികളായി കണ്ട് കുടുംബം നിർദ്ദേശിച്ചതുപോലെ പഴയ പത്രസമ്മേളനങ്ങളൊക്കെ ഇരുന്ന് കണ്ട് അതിനെല്ലാം വിമർശനങ്ങൾ കുറിച്ച് പറ്റുമെങ്കിൽ അതൊക്കെ ഒരു പുസ്തകമാക്കി ഇനി മുന്നോട്ട് വന്നാൽ ഈ പറയുന്ന പോലെ പാർട്ടി നശിക്കാതിരിക്കും. വി ഡി സതീശൻ ഒരു പുസ്തകം എഴുതി, ആദം നീ എവിടെയാകുന്നു എന്ന് പറഞ്ഞ്. അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങളിലൂടെ അദ്ദേഹം പറഞ്ഞിട്ടുള്ള ക്രൈസ്തവ ഓരോ കാര്യങ്ങളും എടുത്തു വെച്ച് പറയുന്നു. അതേപോലെ ഗോവിന്ദ മാഷിനും എഴുതാം എന്റെ പത്രസമ്മേളനങ്ങൾ. അതെ, എന്നിട്ട് സഖാവേ നീ എവിടെയാകുന്നു. അതൊരു നല്ല ആശയമാണ്. അത് താഴോട്ടുള്ള എല്ലാ സഖാക്കന്മാരും വായിച്ച്
അതിൽ നിന്ന് പാഠങ്ങൾ എന്ത് ചെയ്യണം ചെയ്യരുത് എന്നുള്ളത് ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകും. പക്ഷേ ഇതിൽ എഴുതുമ്പോൾ മറ്റേ അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് പോയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മണ്ടത്തരങ്ങളാണെങ്കിൽ പോലും ഇപ്പോ ജനസംഘവുമായിട്ട് നിങ്ങൾ ഒന്നിച്ചല്ലേ മത്സരിച്ച്, അതെ ഒന്നിച്ചാണ്, ഞങ്ങൾക്കതിൽ പറയുന്നത് കുഴപ്പമൊന്നുമില്ല എന്ന് പറയുന്ന ചില കാര്യങ്ങൾ, അതായത് CPM-ന്റെയും BJP-യുടെയും ലൈൻ ഒന്നായിരുന്നു എന്ന് പറയുന്നൊരു സാഹചര്യം അദ്ദേഹത്തിന്റെ ചില ഇന്റർവ്യൂയിലൂടെ അദ്ദേഹം പുറത്തേക്ക് കാണിച്ചത് ഇടതുപക്ഷത്തിന് വലിയ രീതിയിൽ അടിയുണ്ടാക്കി. ഓരോ സമയവും UDF-ന് പ്രതിരോധിക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഒരുപാട് കണ്ടന്റുകൾ കൊടുക്കാൻ ഇദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നതാണ് ഇന്ന് കാണുന്ന ഒരു 35-ലേക്ക് എത്തിയത്. അത് ഒറ്റ ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ ഒന്നുമല്ല. ഇദ്ദേഹത്തിന്റെ ചിരിയിലൂടെ പോയ കുറെ വോട്ടുകളുണ്ട്. ഇപ്പോൾ ഇടതുപക്ഷം അവരെല്ലാം അനാലിസിസ് ചെയ്തപ്പം പറഞ്ഞൊരു കാര്യമാണ്, വെള്ളാപ്പള്ളി നടേശന്റെ ഓരോ പ്രസ്താവനയ്ക്കും 100 വോട്ട് വെച്ച് കുറയുമായിരുന്നു, ആരും അറിഞ്ഞില്ല എന്ന്. അതേപോലെയാണ് ഗോവിന്ദ മാഷിന്റെ ഓരോ ചിരിക്കും ഓരോ സ്ഥാനാർത്ഥികൾ വെച്ച് തോറ്റുകൊണ്ടിരിക്കുകയായിരുന്നു എന്നതൊരു യാഥാർത്ഥ്യമാണ്. ഇപ്പോ കണ്ണൂരിൽ നിന്നും 2 സ്ഥാനാർത്ഥികൾ പോയിട്ടുണ്ടെങ്കിൽ 2 ചിരി, ആലപ്പുഴയിൽ നിന്നും 1 ചിരി, കൊട്ടാരക്കരയിൽ നിന്നും മറ്റൊരു ചിരി, ആലപ്പുഴയിൽ നിന്ന് പുച്ഛച്ചിരി, അങ്ങനെ കുറെ ചിരികളുണ്ട്. അപ്പോ എന്താണെങ്കിലും ഇപ്പോ ബിനീഷ് കോടിയേരി ഇനി പാർട്ടിയിലേക്ക് വരാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന്റെ അംഗത്വം പുതുക്കാൻ 4 തവണ എങ്ങാണ്ട് കൊടുത്തത്. അപ്പൊ 4 ചിരി ഇതുവരെ ചിരിച്ചിട്ടുണ്ട്. ഇനി അടുത്തത് ചിരിയാവുമോ അതോ കെട്ടിപ്പിടുത്തമാകുമോ എന്ന് നമുക്ക് കണ്ടിരുന്ന് കാണാം.